ദി ഫസ്റ്റ് ഒമൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു സിനിമ വന്നിട്ടുണ്ട്. നമ്മുടെ 76 പുറത്തിറങ്ങിയ ഒമൻ എന്ന സിനിമയുടെ പ്രീക്വലാണ്. ഈ ടോട്ടലി ഒരു ഒമൻ ഫ്രാഞ്ചൈസിൽ തന്നെ 5-ാമത്തെയോ 6-ാമത്തെയോ സിനിമയാണിത്. സോ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൃത്തിയായിട്ടുള്ളൊരു പ്രീക്വൽ എന്ന് പറയാം. കാരണം അവരൊറ്റ സിനിമയെ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജേണിയാണ് ഈ ഒരു സിനിമയിൽ നമുക്ക് കാണിച്ചിരുന്നത്. ആൻഡ് ഈ സിനിമ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ എന്നൊരു ജോണറിനകത്താണ് ഈ സിനിമ ഉള്ളത്. പക്ഷേ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ക്ലീഷേഴ്സിൽ നിന്നും എന്തൊക്കെയോ കുറേ വ്യത്യാസങ്ങളുള്ള ഈ ഒരു ഈ ഒരു 2024 പുറത്തിറങ്ങുന്നൊരു ഹൊറർ മൂവി അതിൻ്റെ ഒരു ക്വാളിറ്റി വൈസ് നന്നായിട്ട് തന്നെ ഔട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊരു നമ്മൾ സ്ഥിരം കാണുന്ന ഗിമ്മിക്സ് വെച്ചോ അല്ലെങ്കിൽ ജംസ്കേഴ്സൊക്കെ വെച്ച് ഒരു നോർമൽ ക്ലീഷേഡ് മൂവി ആക്കാതെ കുറേ കൂടി അതൊരു കണ്ടൻറ്റിനോട് നീതി പുലർത്തി നല്ല നല്ല എഴുത്തുള്ള ഒരു സിനിമയായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ആ എഴുത്ത് അടിപൊളി ആയതുകൊണ്ട് ഇതിൻ്റെ മേക്കിങ്ങിൽ നന്നായിട്ട് തന്നെ ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്ത് തോന്നുന്നുണ്ട്. കാരണം സ്ക്രീൻ പ്ലേയിൽ ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസും അല്ലെങ്കിൽ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് എന്താണ് നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രത കാരണം സിനിമ നമ്മളെ എൻഗേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അല്ലാതെ ഈ ബാക്കിൽ പ്രേതം നിൽക്കുന്ന ഒരു സെറ്റപ്പ് അല്ല. അത് വേണമെങ്കിൽ ഇവർക്ക് വയ്ക്കായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ സിനിമയിൽ. പക്ഷെ അതിനൊക്കെ തന്നെ വേറെ രീതിയിലാണ് ഇവർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇതൊരു വലിയ സംഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹൊറർ സിനിമകൾ കണ്ടുപോയവർക്ക് അവർ പാറ്റേണിൽ നിന്നും ബ്രേക്ക് ചെയ്യുന്ന കുറച്ചൊക്കെ വ്യത്യാസമുള്ളവർ നല്ല ക്വാളിറ്റി പടം കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ സിനിമ കാണാം. ആൻഡ് ഈ സിനിമ ഈ ഒരു ഫ്രാഞ്ചൈസിൽ എല്ലാ സിനിമകളും കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് സിനിമ അതിപ്പോൾ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാകും. കുറേ പഴയ പടമാണ്. നമ്മുടെ പഴയ എക്സോർസിസ്റ്റ് പോലെ തന്നെ അന്നത്തെ കാലത്ത് ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലാസിക് ഹൊറർ മൂവിയാണ് ഒമൻ എന്ന ചിത്രം. സോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തപ്പെടാനുള്ള ഒരു തൊട്ട് മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചു തരുന്നത്. ആൻഡ് ഈ ക്യാരക്ടേഴ്സ് ആ ഒരു ക്യാരക്ടർ സെലക്ഷനും അവരുടെ ആ ഒരു പ്ലേസ്മെൻ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവർ അവസാനത്തെ ആ ഒരു എൻ ക്രെഡിറ്റിൽ അവർ പേര് പറയുന്ന സാധനമൊക്കെ അവർ ഫ്രാഞ്ചൈസിന് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടം. ബാക്കിയുള്ള പടങ്ങളൊന്നും എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല ഇതിൽ ഒമനിലെ അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയ സിനിമകളൊക്കെ. സോ ആ ഒരു പഴയ പടത്തിൻ്റെ പ്രീക്വലായിട്ട് ഈ സിനിമ സർവ് ചെയ്തത് നന്നായി. കാരണം ഇതിൻ്റെ ഒരു സീക്വലായിട്ട് ഇറക്കാതെ അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇതും ഈ ഒരു വേൾഡ് ബിൽഡിങ് അടിപൊളിയാണ്. ഇനിയും വേണമെങ്കിൽ ഇവർക്ക് ചെയ്യാം. കാരണം ഇനിയും പറഞ്ഞു പോകാത്ത ഒരു 1000 വർഷത്തെ കഥയൊക്കെ ഇതിൽ ഇടയിൽ ഇങ്ങനെ ടീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ എത്ര കാലമായിട്ടുള്ള ആ ഒരു കാത്തലിക് റിലീജിയസ് ആ ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ് ഒക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചർച്ച ചെയ്ത് ഇനി പോകാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നല്ല പൊട്ടൻഷ്യലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. സോ തീർച്ചയായിട്ടും ഹൊറർ സിനിമകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒരു വട്ടം ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്രാഞ്ചൈസ് ഫുള്ളായിട്ട് കാണണമെന്നില്ല. നിങ്ങൾ ഫസ്റ്റ് സിനിമ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ടൈപ്പിലേക്ക് എത്താനുള്ള ഒരു പ്രീക്വൽ ആയതുകൊണ്ട് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് 76 സിനിമ കാണാം. സോ കറക്റ്റായിട്ട് കണക്ഷൻ വരും. സോ അത് നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തിട്ടുള്ളൊരു നല്ല പടമായിട്ട് ക്വാളിറ്റി പടമായിട്ട് എനിക്ക് തോന്നി. ഓൾറെഡി ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. തിയേറ്ററിൽ ഒരു കഴിഞ്ഞ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ റിലീസ് ചെയ്തൊരു സിനിമയാണ്. എൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഡിജിറ്റലി ഇറങ്ങാൻ വേണ്ടി കാത്തിരുന്നു. സോ സിനിമ ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതെ.